ടേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പെട്രോൾ ഒഴിക്കാൻ നിൽക്കുക, പിന്നെ ഫോട്ടോ കത്തിക്കുക, എന്തൊക്കെ ഇപ്പൊ എന്തൊക്കെയാ പരിപാടികൾ? കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുക. ഒരാളുടെ വീഡിയോ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അയാളുടെ ഭാര്യ എങ്ങോട്ടോ പോയി അത് എന്തോ അയാളെ ഉപേക്ഷിച്ചു പോയി. ആ മനുഷ്യൻ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവരും ഒരു സെലിബ്രേഷൻ. ഒരു കണക്കിന് ഞാൻ അയാളെ അഭിനന്ദിക്കുക. കാരണം അയാൾ ഡിപ്രഷനിലേക്ക് പോയില്ല. അയാള് ഭാര്യയെ കുത്തിക്കൊല്ലാനോ പുറകെ പോവാനോ കേസ് കൊടുക്കാനോ ഒന്നിനും പോയില്ല. അയാൾ സെലിബ്രേറ്റ് ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് വിവാഹത്തിൽ വന്നിട്ട് ഒരു ഡൈവോഴ്സ് നടത്തണോ? ഡൈവോഴ്സ് ചെയ്യാൻ മനോഹരമായിട്ട് പിരിയുക. ഈ യൂറോപ്യൻസൊക്കെ പിരിയണം എങ്ങനെ? അവർക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുക? ഐ നീഡ് ടു ടോക്ക് ടു യു. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഐ വോണ്ട് ടു ടോക്ക് ടു യു എന്ന് പറയാം. അങ്ങനെ എന്തോ ഒരു ഡയലോഗ് അല്ലേ പറയാ? ഹണി വെച്ചിട്ട് തുടങ്ങുക. ഹണി ഐ വോണ്ട് ടു ടോക്ക് ടു യു. വി നീഡ് ടു ടോക്ക് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ രണ്ടുപേരും ഒരു കഫ്റ്റീരിയയിലൊക്കെ കണ്ട് സംസാരിക്കും. ഭാര്യ ഭർത്താവ് തന്നെ പുറത്തേക്ക് ഇരുന്ന് സംസാരിച്ചിട്ട് മക്കളെ കാര്യത്തിലൊക്കെ തീരുമാനിച്ച് നൈസായിട്ട് പിരിയുന്നു മാത്രമല്ല, രണ്ടാളും കല്യാണം കഴിക്കും. ആ കല്യാണത്തിൽ രണ്ടാളും മറ്റവരെ വിളിക്കുകയും ചെയ്യും. എൻ്റെ ഹസ്ബൻഡിനെ കാണാം, ഇതെൻ്റെ പഴയ ഹസ്ബൻഡ്. നമ്മളെ നാട്ടിൽ പഴയ ഹസ്ബൻഡിനെ കാണാം കറിയാ കൊല്ലാതിരിക്കുക. എന്തിനാന്നേ? അതൊക്കെ ഉണ്ട്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാൽ അത് താങ്ങാനും കൂടി പറ്റണം. ഞാൻ പണ്ടൊരു ക്ലാസ്സിൽ പറഞ്ഞു, ഒരാളെ ഹൃദയത്തിലേക്ക് കയറ്റുമ്പോൾ അയാൾക്ക് ഇറങ്ങിപ്പോവാനുള്ള വാതിലും കൂടി തുറന്നു കൊടുക്കണം. നീ കയറിക്കോ, പക്ഷെ പുറത്തിറങ്ങാനുള്ള വാതിലും ഉണ്ട്. കയറിയിട്ട് ഇറങ്ങിപ്പോയിക്കോട്ടെ. നൈസായിട്ട് നിൽക്കാൻ പറ്റണം. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം. ഒറ്റയ്ക്ക്. ബി ബോൾഡ് ടു ബി എലോൺ. ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിപ്പോവും ഇല്ലേ? എത്രയോ സമയങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണ്ട്. എല്ലാവരെയും കൂടെ നടക്കാനൊക്കെ ഭയങ്കര രസമാണ്. അത് വേണം. ടീം ബിൽഡിങ്, എല്ലാവരുടെയും കൂടെ നിൽക്കാനൊക്കെ പഠിക്കണം. അത് നമ്മുടെ പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിട്ട്, ലൈഫിൻ്റെ ഭാഗമായിട്ട് ഒരു ടീം ബിൽഡിങ് നടക്കണം. ടീമായിട്ട് നടക്കണം, കൂട്ടുകൂടി നടക്കണം. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കാനും കൂടി പഠിക്കണം. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. ഒറ്റയ്ക്ക് ആഘോഷിക്കാൻ പഠിക്കണം. ഒറ്റയ്ക്ക് പോയി ഭക്ഷണം കഴിക്കാൻ പഠിക്കണം. ഒറ്റയ്ക്ക് സിനിമ പോകുന്നത് ഭയങ്കര രസമല്ലേ? ഒറ്റയ്ക്ക് നമ്മൾ പലപ്പോഴും ഒറ്റയ്ക്കായിട്ട് പോകുന്ന അവസരമുണ്ട്. എവിടേക്കാ? രാത്രി ഒറ്റയ്ക്കാ ബാത്റൂമിൽ. ആ ശരിയാ. വേറെ ആരെങ്കിലും വന്ന് കുളിപ്പിച്ച് തരുമോ? ഇല്ല. ബാത്റൂമിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഒറ്റയ്ക്കാണ്. വിവാഹം കഴിക്കുമ്പോൾ താലി കെട്ടാൻ ആരെങ്കിലും സഹായത്തിന് പിടിക്കാൻ പറ്റുമോ? എടാ വിറച്ചിട്ട് വയ്യ, നീയും കൂടി ഒന്ന് കെട്ടടാ എന്ന് പറയാൻ പറ്റും? ഇല്ല. പെണ്ണിൻ്റെ ഉപ്പാക്ക് കൈ കൊടുക്കുന്നത് ചെക്കൻ തന്നെ, അയാൾ തന്നെ കൊടുക്കണം. പ്രസംഗിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. പരീക്ഷ ഒറ്റയ്ക്ക് എഴുതേണ്ടി വരും. ചില തീരുമാനങ്ങൾ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരും. ചിലത് ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പീപ്പിൾ കം ടു അവർ ലൈഫ് ഫോർ എ റീസൺ, ഫോർ എ സീസൺ ആൻഡ് സംടൈംസ് ഫോർ ലൈഫ് ടൈം റിലേഷൻഷിപ്പിന് വരും. ചിലർ ചില കാരണങ്ങൾ കൊണ്ടുവരും. ചിലർ ചില സീസണിൽ വരും. ചില സീസണിൽ ചിലവർ വരും, അവർ വിട്ടുപോകും. ചില റീസണിൽ വരും, ചില കാരണങ്ങൾ കൊണ്ടുവരും, അവരും വിട്ടുപോകും. ഒറ്റയ്ക്കൊക്കെ വൈബുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് നല്ല രസമുള്ള വൈബുണ്ട്. നമ്മളും നമ്മുടെ ചിന്തകളുമായിട്ട് കുറേ ഒറ്റയ്ക്ക് ഇരുന്ന് നോക്കി. ഫ്രണ്ട്ഷിപ്പായിട്ടൊക്കെ നടക്കണം, അത് രസമാണ്. ഒറ്റയ്ക്ക് നടക്കുമ്പോഴാണ് റിഫ്ലക്ഷൻസ് നടക്കുക. സെൽഫ് അവെയർനെസ് പറയും. ഞാൻ ആരാണ്, ഞാൻ എങ്ങോട്ട് പോകുന്നത്, എന്താണ് എൻ്റെ ശക്തി, എന്തൊക്കെ ഉണ്ട്, എൻ്റെ ജീവിതം എങ്ങനെ പോയാൽ മതിയോ, ഇത് ചിന്തിക്കണേ. ഡെയിലി കുറച്ച് നേരമെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണം.